റഷ്യ ഇതിലൊരു വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളൊരു പുതിയ വാർത്ത കൂടി ഈ സമയത്ത് വരുന്നുണ്ടോ? അപ്പം US നേരിട്ട് യുദ്ധമുഖത്തേക്ക് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. റഷ്യ പറയുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ദിമിത്രി പെസ്കോവ് പറയുന്ന പ്രസ്താവനകൾ പുറത്തു വരുന്നു. നേരിട്ട് റഷ്യ ഇതിനകത്ത് ഇടപെടുമോ? ഇത്രയും സമയം മാറി നിന്ന റഷ്യ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ? അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളൊരു സൂചനകളുണ്ടോ? ലോക ചരിത്രത്തിൽ നാളിതുവരെ റഷ്യൻ മധ്യസ്ഥത കാര്യമായി ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി താഷ്കെൻഡിൽ വെച്ച് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഉണ്ടായ മധ്യസ്ഥതയല്ലാതെ കാര്യമായ മറ്റ് മധ്യസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ മധ്യസ്ഥ സ്ഥാനത്ത് ലോകം കാണുന്നത് അമേരിക്കയെ തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക മധ്യസ്ഥന്റെ ഒരു ആവരണം മേലങ്കി മാറ്റിയതിനു ശേഷം ഇസ്രായേൽ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ നേരിട്ട് യുദ്ധരംഗത്തേക്ക് വരുമെന്ന സൂചനകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകളുടെയും ട്രൂത്ത് സോഷ്യലിലെ ഡൊണാൾഡ് ട്രംപിന്റെ വാചകങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ പുറത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ ആർജവത്തോടു കൂടി തന്നെ അമേരിക്ക ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. ആത്യന്തികമായി ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുന്നതിന് അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് വേണ്ടി വരും എന്ന് തന്നെയാണ് അമേരിക്കയുടെ പോലും നിഗമനം. അങ്ങനെയെങ്കിൽ ഈ ഫർദോയിലെ ആണവ നിലയം ഉൾപ്പെടെ തകർക്കുന്നതിന് അമേരിക്ക മുൻഗണന നൽകുകയും അങ്ങനെ പൂർണ്ണമായി ഈ മോഡിഫൈ ചെയ്തു വരുന്ന ഇറാനോട് സംസാരിക്കാവുന്ന നിലയിലെത്തുകയും ചെയ്യും. ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാവില്ല. അപ്പോൾ 2 ഓപ്ഷൻസ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഇൻവോൾവ്മെന്റോടുകൂടി പരമാവധി സമ്മർദ്ദം ചെലുത്തി ആണവ ചർച്ചയ്ക്ക് വേണ്ടി ഇറാനെ സന്നദ്ധമാക്കുക. അങ്ങനെ ഒരു കരാറിൽ നിർബന്ധപൂർവ്വം അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇസ്രയേൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കരാറിൽ എത്തി നിൽക്കുക. അത് ഏതാണ്ട് അസാധ്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം അയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇനി ആ ഒരു നിർദ്ദേശത്തോടെ ക്രിയാത്മകമായി പ്രതികരിക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. അയത്തുള്ള അലി ഖൊമൈനി എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഫോഴ്സസിനെ അപ്രൂവ് ചെയ്യുക. അങ്ങനെ പുതിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇറാനിൽ വരിക. അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് അമേരിക്ക അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും. ആണവ സാങ്കേതിക വിദ്യ ഓൾറെഡി അവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു കരാറിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് വിത്ത് ന്യൂ റെജീം. ആ രീതിയിലാണ് അമേരിക്കയുടെ സ്കീം പോകുന്നത്. അതിനിപ്പോൾ വെടിനിർത്തൽ എന്നത് ഇപ്പോൾ സംഭവിച്ചാൽ, അതുകൊണ്ടാണ് കാനഡയിലെ ആൽബർട്ടയിൽ വെച്ച് നടന്ന ഉച്ചകോടി G7 ഉച്ചകോടി സമ്മേളനത്തിൽ നിന്നും ട്രംപ് മധ്യത്തിൽ വെച്ച് ഇറങ്ങിപ്പോയതും അമേരിക്കയിലെ സിറ്റുവേഷൻ റൂമിലെത്തിയതും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ വേണം കരുതാൻ. അതിനുശേഷം ട്രംപ് നടത്തിയ പ്രസ്താവന എന്താണ്? ഇസ്രയേൽ നടത്തിയ പ്രസ്താവനയുടെ ഏതാണ്ട് അതേ കാർബൺ കോപ്പി, ഫോട്ടോ കോപ്പി രീതിയിൽ തന്നെയാണ്. അയത്തുള്ള അലി ഖൊമൈനി ഇറാനിൽ അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം യുദ്ധം നിർത്താനാവില്ല എന്നതാണ്. അപ്പോൾ ഖൊമൈനി കീഴടങ്ങണം, നിരുപാധികമായി കീഴടങ്ങണം എന്ന രീതിയിലാണ് ഇസ്രായേൽ സംസാരിച്ചത്. അതേപോലെ തന്നെ ട്രംപ് ആവർത്തിക്കുന്ന മറ്റൊരു ഭാഷയിൽ ആവർത്തിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ റെജീം ചേഞ്ച് എന്ന രീതിയിലേക്ക് അമേരിക്ക മുൻകൂട്ടി തന്നെ തയ്യാറെടുത്തിരുന്നു. പുറത്തു പറഞ്ഞത് അങ്ങനെയല്ല എങ്കിൽ പോലും മുൻകൂട്ടി തന്നെ അമേരിക്കയുടെ മനസ്സിൽ ആ ഒരു ധാരണയുണ്ട്. ട്രംപ് എന്ന വ്യക്തി ഒരു ഡിസ്റ്റോർഷൻസിന്റെ ആശാനാണ്, ഉസ്താദാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളെയും ഡീലിന്റെ പശ്ചാത്തലത്തിലൂടെ കാണുന്നത്. ഈ ടാരിഫിന്റെ കാര്യത്തിൽ ഒരു വലിയ തുക പറഞ്ഞു വെച്ച്, വലിയ ഭീമമായ ടാരിഫ് പറഞ്ഞു വെച്ച് പിന്നീട് ഉഭയകക്ഷി നെഗോസിയേഷനിലൂടെ അത് വെട്ടിക്കുറച്ചു കൊണ്ടുവരാം എന്ന ധാരണ. അതുകൊണ്ടൊരു ഇല്യൂഷണറി ഡൈനമിക്സ് ട്രംപിന്റെ ഒരു നയതന്ത്രത്തിന്റെ ഭാഗമായി കൂടി വരികയാണ്. അതുകൊണ്ട് ട്രംപ് എന്ത് പറയുന്നു എന്നതല്ല, മറിച്ച് എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. അമേരിക്ക എന്ത് പ്രവർത്തിക്കുന്നു അതിന് ട്രംപിന്റെ പുറമേയുള്ള ഭാഷ്യങ്ങൾ മാറ്റി നിർത്തി എന്താണ് അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ 2 വിമാനവാഹിനി കപ്പൽ USS കാൾസനും USS നിമിറ്റ്സും മധ്യപൗരസ്യ പ്രദേശത്തെ കടലുകളിലേക്ക് വരികയാണ്, പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് വരികയാണ്. അത് വെറുതെ ഒരു സോഫ്റ്റ് എന്ന രീതിയിൽ വരില്ല എന്ന് നമുക്കറിയാം. അത് ആക്രമണ സന്നദ്ധമായി തന്നെയാണ്. വേണ്ടി വന്നാൽ ടെഹ്റാനെയും ചുറ്റുപാടുമുള്ള നഗരങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും എല്ലാം തന്നെ, മിസൈൽ ലോഞ്ചിങ് സംവിധാനങ്ങളെ എല്ലാം തന്നെ അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക കൂടുതൽ സൈനിക സന്നാഹവും കൂടുതൽ സൈനികരെ വിന്യസിക്കുകയാണ്. 50,000-ൽ പരം സൈനികരാണ് ആ മേഖലയിലുള്ളത്. സൗദി അറേബ്യയിലും ഒമാനിലും ഖത്തറിലും UAE-യിലും സിറിയയിലും ഇറാഖിലും എല്ലാമുള്ള അമേരിക്കൻ സേനാ വിന്യാസം അത് ബീഫ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിമാനങ്ങൾ അമേരിക്കയും ബ്രിട്ടനും കൂടുതൽ വിമാനങ്ങൾ ആ പ്രദേശത്തേക്ക് അയക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന സൂചനകളാണ്. അതൊരു
എൻഡ് ഗെയിം പോളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. ആ രീതിയിലേക്ക് സമ്മർദ്ദം വരുമ്പോൾ ഒന്നുകിൽ ഇറാന്റെ ഭരണകൂടം ക്രംബിൾ ചെയ്യും, അല്ല എങ്കിൽ നിർബന്ധപൂർവ്വം ഈ നിലവിലുള്ള ഭരണകൂടം പൂർണ്ണമായി മുൻ നിലപാടുകളെ ലഘൂകരിച്ചുകൊണ്ട് ചർച്ചകൾക്ക് തയ്യാറാകും എന്ന ഒരു യുക്തിയാണ്. ആ രീതിയിലാണ് അമേരിക്ക കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ റഷ്യയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഗൗരവമായി പരിഗണിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇസ്രായേൽ അതിന് പുല്ലുവില പോലും കൊടുക്കുമെന്ന് കരുതുന്നില്ല. കാരണം രണ്ട് കക്ഷികളെയും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവരാനുള്ള നിഷ്പക്ഷത ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് കരുതാനാവില്ലല്ലോ. റഷ്യയുടെ ദിമിത്രി പെസ്കോവ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇറാനാണ് റഷ്യയെ സഹായിച്ചിരുന്നത്. ഡ്രോണുകളും മിസൈലുകളും നൽകി യുക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ സഹായിച്ച ഒരു പാരമ്പര്യമുണ്ട്. അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ തങ്ങൾക്കാവുന്നത് ഞങ്ങൾ ചെയ്യാം എന്ന രീതിയിൽ ഔപചാരികമായി കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുക എന്നതിനുപരിയായി റഷ്യക്ക് കാര്യമായി ഒന്നും ചെയ്യാനാവും എന്ന് കരുതുന്നില്ല. അതേസമയം ഡോക്ടർ മോഹൻ വർഗീസ്, GCC വിഷയത്തിന് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, GCC വിഷയത്തിനൊക്കെ ഏത് തരത്തിലുള്ള ഒരു നിലപാടെടുക്കും ഒരു മാനസിക പിന്തുണയല്ലാതെ എന്ന്. പക്ഷേ UAE സംസാരിച്ചിരിക്കുന്നു, നേരിട്ട് ഇറാൻ പ്രസിഡന്റിനോട് സംസാരിച്ചിരിക്കുന്നു. പൂർണ്ണമായ പിന്തുണ ഇറാനൊപ്പമാണ് എന്ന് പറയുന്നു. ഖത്തറും സൗദിയും ഒക്കെ ഇടപെടുന്നു എന്നുള്ള സൂചനകൾ ഇതിനകത്ത് വരുന്നു. അങ്ങനെ ഒരു മധ്യസ്ഥത വേണം, അതല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകുമെന്ന് GCC കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു മധ്യസ്ഥതയ്ക്ക് ഇനി സ്കോപ്പുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മധ്യസ്ഥതയ്ക്ക് സ്കോപ്പില്ല. ഇപ്പൊ രണ്ട് രാജ്യങ്ങളാണ് മധ്യസ്ഥ ശ്രമവുമായി മുന്നിൽ വന്നത്. രണ്ട് രാജ്യങ്ങളാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നിന്നത് ഖത്തറാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ, ആണവ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് യഥാർത്ഥത്തിൽ ഒമാനാണ്. മധ്യസ്ഥത എന്ന് പറയുന്നത് ശരിയല്ല, അതിനുള്ള സാഹചര്യം ഒരുക്കിയത് അപ്രതീക്ഷിതമായി. ഒമാനെ കുറിച്ചൊന്നും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കില്ലായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ വളരെ ഇന്നോക്യുവസ് ആയ ഒരു അറബ് രാജ്യം എന്ന നിലയിൽ കരുതിയിരുന്ന ഒമാൻ ഒരു നയതന്ത്ര രംഗത്തേക്ക് വരികയാണ്. ഇവരൊക്കെ അവരുടെ മുഖം രക്ഷിക്കാനായി രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുന്നവരാണ് അവരെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് ഖത്തറിന്റെ കാര്യത്തിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഖത്തറിലുണ്ട് എന്ന് ഓർക്കണം. അതേസമയം ഇറാനുമായി നല്ല സൗഹൃദം പാലിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. കുറച്ചു കാലത്തേക്ക് ഖത്തറിനെ ഈ GCCയിൽ നിന്നും പുറത്താക്കുന്ന ഘട്ടം വരെ എത്തി. പലപ്പോഴും ഈ ബ്രദർഹുഡിനോടൊക്കെയുള്ള സമീപനം കാരണമാണ്, ഈ ഈജിപ്തിലെ ബ്രദർഹുഡിനോടൊക്കെയുള്ള സമീപനം കാരണം ഈജിപ്തിലെ ഭരണമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിലപാടുകൾ എടുത്തതിൽ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് ഖത്തറിന്റെ കാര്യത്തിൽ അറബി രാജ്യങ്ങൾക്ക് സംശയമുള്ളത്. അതുകൊണ്ട് ഖത്തറിനെയും അതുപോലെ ഒമാനെയും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ UAE കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കാട്ടുന്ന രാജ്യമാണ്. പക്ഷെ UAEയുടെ വാണിജ്യ താല്പര്യങ്ങൾ, എണ്ണ താല്പര്യങ്ങൾ വളരെ വലുതാണെന്ന് ഓർക്കണം. പേർഷ്യൻ ഗൾഫ് കടക്കാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായ് അബുദാബി മേഖലയിൽ നിന്ന് ഓരോറ്റ എണ്ണക്കപ്പൽ പോലും ഈ പേർഷ്യൻ ഗൾഫ് മേഖല കടന്ന് ഓപ്പൺ സീയിൽ എത്തില്ല. ആ ഭാഗം നിയന്ത്രിക്കുന്നത്, പ്രത്യേകിച്ച് ഒമാൻ ഉൾക്കടൽ നിയന്ത്രിക്കുന്നത്, ഗൾഫ് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് സ്വാഭാവികമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഇറാനുമായി സംഭാഷണം നടത്തേണ്ടി വരും. അത് ചരിത്രപരമായി എക്കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഒരു രീതിയിലും ഇറാന്റെ ഡോമിനൻസിനെ ഒരിക്കലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അംഗീകരിക്കുന്നില്ല. അത് സംശയത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് അതിൽ കൂടുതൽ അർത്ഥം ഈ സ്റ്റേജിൽ UAE ഇറാനോട് സംസാരിച്ചതിൽ നിന്നും UAE നിലപാട് മാറ്റുന്നു, കളം മാറ്റുന്നു എന്ന് കരുതാനാവില്ല. അത് മാത്രമല്ല, അമേരിക്കയാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം, സൗദി അറേബ്യക്കാകട്ടെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനാകട്ടെ, ഖത്തറിനാകട്ടെ, ഇതെല്ലാം തന്നെ ആത്യന്തികമായ സംരക്ഷണം നൽകുന്ന ശക്തി അമേരിക്ക തന്നെയാണ്. ഒരിക്കൽ കൂടി ട്രംപ് അത് ഉറപ്പുവരുത്തുകയും ചെയ്തു. കഴിഞ്ഞ മാസം നടത്തിയ ഒരു സന്ദർശനത്തിൽ UAE-യുമായിട്ട് വലിയൊരു ഡീലാണ് അമേരിക്ക ഒപ്പുവെച്ചത്. സൗദിയുമായിട്ടും UAE-യുമായിട്ടും ഖത്തറുമായിട്ടും എല്ലാം സംസാരിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു പോയത്. അതുകൊണ്ട് ആ ഒരു സുഖകരമായ ആലസ്യം, ആ അന്തരീക്ഷം നഷ്ടപ്പെടുത്തി ഇറാൻ അനുകൂല നിലപാടിലേക്ക് ഒരു GCC രാജ്യവും നീങ്ങില്ല. പക്ഷെ അവിടുത്തെ ജനതയോട്, ഇതെല്ലാം ഏതാണ്ട് ഏകാധിപത്യ ഭരണകൂടങ്ങളാണ്, ആബ്സല്യൂട്ട് മൊണാർക്കീസ് ആണെന്ന് ഓർക്കണം. ഷെയ്ഖുമാരും എമീർമാരും രാജാക്കന്മാരും നയിക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടാകാം. ഇപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യം ആക്രമണ വിധേയമായിരിക്കുന്നു, ആ രാജ്യം നഷ്ടപ്പെടുമെന്ന രീതിയിൽ സംസാരമുണ്ടാകുന്നു. അപ്പോൾ ഈ ഗവൺമെന്റുകൾ അവസരവാദ നയം സ്വീകരിക്കുന്നു എന്ന ഒരു പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ ഇറാൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ കുറെ പ്രസ്താവന സാഹിത്യത്തിൽ ഏർപ്പെടുമെന്നല്ലാതെ ഭരണകൂടങ്ങളുടെ താല്പര്യം ഒരു കാലത്തും ഇറാനോടൊപ്പമല്ല, അത് അമേരിക്കയോടൊപ്പം തന്നെയാണ്. അത് നിലനിൽപ്പിന്റെ വിഷയമാണ്. ഈ ഭരണകൂടങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ തന്നെ പൊതുജന പ്രക്ഷോഭങ്ങളിലൂടെ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടാതെ മറ്റു തരം മുല്ലപ്പൂ വിപ്ലവങ്ങൾ ആ പ്രദേശത്ത് സംഭവിക്കാതിരിക്കുന്നതിന്
ഡെമോക്രാറ്റൈസേഷൻ അതിരുവിട്ട് പോകാതിരിക്കുന്നതിനും ഒക്കെ ഒരു വലിയ ശക്തിയുടെ പിൻബലം ഉണ്ടാക്കണം. അത് എക്കാലത്തും അത് നൽകിയിരിക്കുന്നത് അമേരിക്കയാണെന്ന് ഓർക്കണം. ആ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഈ തീർച്ചയായും ആത്യന്തികമായി അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിക് കരാറുകളിൽ ഒന്നൊന്നായി രാജ്യങ്ങൾ ഒപ്പിടാനായി തയ്യാറായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സാഹചര്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് ഒരു നിലപാട് പൊതുവെ ഒരു യോജിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പ്രസ്താവനകളാണ് GCCയുടെ ഭാഗത്തു നിന്നും വന്നത്. വെടിനിർത്തണം എന്ന് പറയുന്നു. അതെങ്ങും തൊടാത്തൊരു പ്രസ്താവന. വെടിനിർത്തണമെന്ന് ആർക്കും പറയാം. പക്ഷെ അതിനുവേണ്ടി തങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നത് പറയാനാവാതെ നിങ്ങൾ സംയമനം പാലിക്കണം, നിങ്ങൾ വെടിനിർത്തണം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ രീതിയിൽ മാത്രം ഔപചാരികമായ തങ്ങളുടെ കടമ നിർവഹിച്ച് യാന്ത്രികമായി മുന്നോട്ട് പോവുകയാണ് GCC. ഓക്കെ, റൈറ്റ്. വളരെ നന്ദി. ഡോക്ടർ മോഹൻ വർഗീസാണ് പ്രതികരിച്ചത്. ഏതായാലും